നമസ്കാരം. PM-ശ്രീ പദ്ധതി UDF-ന് ഒഴിവാക്കേണ്ടി വന്നേക്കും. കഴിഞ്ഞ ദിവസം കൂടിയ UDF യോഗം PM-ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചെങ്കിലും കേന്ദ്രത്തിന്റെ നിലപാട് UDF സർക്കാരിന് തിരിച്ചടിയാകും. PM-ശ്രീയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്നാണ് കേന്ദ്രം ഇപ്പോൾ നൽകിയ മറുപടി. രാജ്യസഭയിൽ അബ്ദുൾ വഹാബ് MP-യുടെ ചോദ്യത്തിനാണ് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൗധരി മറുപടി നൽകിയത്. PM-ശ്രീയിൽ നിന്ന് പിന്മാറുകയോ ഒപ്പിടാതിരിക്കുകയോ ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് PM-ശ്രീ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നഷ്ടമാകും. കേരളം PM-ശ്രീ പദ്ധതിയിൽ ധാരണാപത്രം ഒപ്പിട്ട ശേഷം സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ലെന്നും കേന്ദ്രം രാജ്യസഭയിൽ വ്യക്തമാക്കി. PM-ശ്രീയിൽ നിന്നും പിന്മാറാൻ കഴിയുമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കെ UDF സർക്കാർ എങ്ങനെ PM-ശ്രീയുമായി മുന്നോട്ട് പോകുമെന്നാണ് ചോദ്യമുയരുന്നത്. കഴിഞ്ഞ ഇടതുമുന്നണി സർക്കാർ PM-ശ്രീ നടപ്പിലാക്കുന്ന കാര്യത്തിൽ കേന്ദ്രവുമായി ധാരണാപത്രം ഒപ്പിട്ടതിനാൽ പദ്ധതിയിൽ നിന്നും പിന്മാറുക അസാധ്യമാകുമെന്നാണ് ഇന്നലത്തെ UDF യോഗത്തിൽ വിലയിരുത്തപ്പെട്ടത്. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് കേന്ദ്രത്തിൻ്റെത്. വിദ്യാഭ്യാസം കാവ്യവൽക്കരിക്കുന്നതിനെതിരെയാണ് PM-ശ്രീ പദ്ധതിക്കെതിരെ UDF രംഗത്ത് വന്നത്. ഇടതു നയങ്ങളിൽ നിന്നും CPM വ്യതിചലിക്കുന്നുവെന്നാരോപിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൂടി പരസ്യമായി രംഗത്ത് വന്നതോടെയാണ് CPM-ഉം PM-ശ്രീയിൽ നിന്ന് പിന്നോട്ടടിച്ചത്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കേണ്ട 1400 കോടിയാണ് CPI തട്ടിത്തെറിപ്പിച്ചതെന്നാണ് അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശിവൻകുട്ടി ആരോപിച്ചത്. എന്നാൽ UDF വന്നപ്പോൾ PM-ശ്രീ പദ്ധതി പൊടി തട്ടിയെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. UDF യോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ പറഞ്ഞത് PM-ശ്രീ ഫണ്ട് നമുക്ക് വാങ്ങിയെടുക്കുക തന്നെ ചെയ്യണം എന്നതാണ്. ലീഗാണ് ഇടതു ഭരണകാലത്ത് PM-ശ്രീക്കെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നത്. ഇപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് ലീഗ് തന്നെയാണ് ഭരിക്കുന്നത്. അപ്പോഴാണ് PM-ശ്രീ നടപ്പിലാക്കാനുള്ള തീരുമാനവും വന്നത് എന്നത് ശ്രദ്ധേയമാണ്. UDF അധികാരത്തിൽ വന്നാൽ PM-ശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയുമെന്നാണ് അന്ന് ലീഗ് നേതാവായിരുന്ന KM ഷാജി പ്രഖ്യാപിച്ചത്. ഷാജി ഇപ്പോൾ UDF മന്ത്രിസഭയിൽ മന്ത്രിയുമാണ്. PM-ശ്രീ പദ്ധതി നടപ്പാക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ പാഠ്യപദ്ധതി പൂർണ്ണമായും അംഗീകരിക്കില്ലെന്നും സിലബസ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ചട്ടക്കൂടിലായിരിക്കണം എന്നുമാണ് കേന്ദ്രമന്ത്രി ജയന്ത് ചൗധരി പറഞ്ഞത്. വി ശിവദാസൻ MP രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിനാണ് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൗധരി ഈ രീതിയിൽ മറുപടി നൽകിയത്. PM-ശ്രീക്കെതിരെ UDF ഉയർത്തുന്നത് രാഷ്ട്രീയമായ എതിർപ്പാണ്. കേന്ദ്രം ഈ രീതിയിൽ നിലപാട് സ്വീകരിച്ചിരിക്കെ എങ്ങനെ UDF സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം.